രചന, നീതു, കോമൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. രചന പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. നീതുവും കോമലും പണമുള്ള വീട്ടിൽ നിന്നാണ്. സ്കൂള് തൊട്ടുള്ള സൗഹൃദമായിരുന്നു. നീതുവും കോമലും പഠിച്ചിരുന്ന സ്കൂൾ വലിയൊരു സ്കൂളായിരുന്നു. പക്ഷെ EWSൽ രചനയുടെ പേര് വന്നിരുന്നു. അതുകൊണ്ടാണ് അവളും ആ സ്കൂളിൽ പഠിച്ചത്. അങ്ങനെ ആ 3 പേരും നല്ല സുഹൃത്തുക്കളാകും. സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നീതുവും കോമലും കൂടെ എബ്രോഡ് പോവും പഠിക്കാൻ. എന്നാൽ പാവപ്പെട്ട രചന അമ്മയുടെ കൂട്ടത്തിൽ ചേർന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അമ്മ, ഞാൻ കാരണമല്ലേ മറ്റുള്ളവരുടെ വീട്ടിൽ ഈ വീട്ടുജോലിക്ക് പോകുന്നത്. വൈകുന്നേരം വന്ന് ഈ ഷർട്ടിന്റെ നൂലും കളയും. മോളെ, നിന്റെ പാവപ്പെട്ട അമ്മ ജോലി ചെയ്യാതെ പിന്നെ നിന്റെ കല്യാണം എങ്ങനെയാ നടത്തുക? നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയാ പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ. അച്ഛനാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോവുകയും ചെയ്തു. അമ്മയും കൂടെ പോയാ പിന്നെ എനിക്കാരോ ഉള്ളത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് ഒരുപാട് ജോലി ചെയ്യുന്നത് കാരണം മമതയ്ക്ക് രോഗം പിടിക്കും. പൈസ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ രചനയാണ് അമ്മയുടെ ജോലി ഏറ്റെടുത്തത്. മമത കുറച്ചു നാളത്തേക്ക് തന്നെ കട്ടിലിൽ കിടപ്പാകും. ഒരു ദിവസം മമത മോളോട് പറയും, മോളെ, എന്റെ അവസ്ഥ നീ കണ്ടല്ലോ അല്ലേ? ഞാൻ പറയണത് കേക്ക്. നീ കല്യാണം കഴിക്ക്. എന്റെ കൈകൊണ്ട് ചെക്കന്റെ കയ്യിൽ ഏൽപ്പിക്കണം നിന്നെ. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. ശരിയമ്മ, അമ്മ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം. രചന സുന്ദരിയായതുകൊണ്ട് തന്നെ നല്ലൊരു വീട്ടിൽ നിന്നും കല്യാണാലോചന വന്നു. സഹോദരി, ഞങ്ങൾക്ക് സ്ത്രീധനമായി ഒന്നും വേണ്ട. പക്ഷെ ഞങ്ങളുടെ അതിഥികളെ നന്നായി ഒന്ന് സ്വാഗതം ചെയ്താൽ മതി. അങ്ങനെ ആവട്ടെ. രചനയുടെ കല്യാണം നിശ്ചയിച്ച കാര്യം അവൾ അപ്പ തന്നെ അവളുടെ കൂട്ടുകാരികളെ വിളിച്ചു പറയും. രചന, എന്താ നിന്റെ കല്യാണം നിശ്ചയിച്ചോ? ഇപ്പോഴാണോ ഞങ്ങളോട് ഇതൊക്കെ പറയണേ? ഞങ്ങൾ നാളെ തന്നെ വരുവാ. 2 കൂട്ടുകാരികളും വിദേശത്തു നിന്ന് തിരിച്ചു വന്ന് അവളെ കാണാൻ വരും. അപ്പൊ രചന, പറ, കല്യാണത്തിന്റെ ഷോപ്പിംഗ് ഒക്കെ എവിടെന്നാണ്? പാവപ്പെട്ട എനിക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നെപ്പോലെ ആൾക്കാർക്ക് ലെഹങ്ക വിധിച്ചിട്ടില്ലെന്നേ. അമ്മ ശേഖരിച്ചു വെച്ച പൈസയൊക്കെ കല്യാണ ഒരുക്കങ്ങൾക്കും അതിഥികളെ സ്വീകരിക്കാനൊക്കെ വേണ്ടേ. അതുകൊണ്ട് തന്നെ അമ്മയുടെ കല്യാണത്തിന്റെ പട്ടിരിപ്പുണ്ട്. ഞാനത് അണിഞ്ഞോളാം. രചന ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ കണ്ണു നിറയും. രചനയെ കണ്ട് തിരിച്ചു മടങ്ങുന്ന സമയത്ത് 2 പേരും, രചനയ്ക്ക് ഈ കല്യാണത്തിന് അത്ര സന്തോഷമൊന്നും ഇല്ലെന്നേ. അവക്കെങ്ങനെ സന്തോഷം തോന്നാനാ? നീ കണ്ടതല്ലേ, കല്യാണപ്പട്ട് പോലും വാങ്ങാനുള്ള ഒരു പൈസ അവളുടെ ഇല്ല. നമ്മൾ 2 സുഹൃത്തുക്കളും കൂടെ ചേർന്ന് വേണം അവളുടെ കല്യാണത്തിന് ഒരു നിറം തന്നെ കൊടുക്കാൻ. അടുത്ത ദിവസം കോമലും നീതുവും കൂടെ ഒരു വലിയ മോളിൽ പോകും. അവിടുന്ന് ഒരു സുന്ദരമായ ബ്രൈഡൽ ലെഹങ്ക, അതിന് ചേർന്ന ചെരുപ്പും ആഭരണങ്ങളൊക്കെ വാങ്ങും. എന്നിട്ട് 2 പേരും കല്യാണത്തിന്റെ ദിവസം രചനയുടെ അടുത്തോട്ട് വരും. അതേസമയം രചന അമ്മയുടെ പഴയ കീറിപ്പറഞ്ഞ നിറം പോയ സാരി ഉടുത്ത് ഇരിക്കുകയായിരുന്നു. നിങ്ങളിത് എവിടെയായിരുന്നു? എത്ര നേരമായി കാത്തിരിക്കണു? ഇന്ന രചന, നിന്റെ സുഹൃത്തുക്കളുടെ വക നിന്റെ കല്യാണത്തിന്റെ ജോഡി. ഇതിന് ഭയങ്കര വിലയുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഇത്രയും വില കൂടിയ ബ്രൈഡൽ ലെഹങ്ക എനിക്ക് വേണ്ടി വാങ്ങിയത്? ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം അല്ലേ ഇത്? അതിനുവേണ്ടി ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അതെ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ടാ നിന്നെ ഒരുക്കാൻ പോണേ. നീ കണ്ടോ, എല്ലാരും ഞങ്ങളുടെ കൂട്ടുകാരെ നോക്ക് അന്തം വിട്ടിരിക്കും. ഇത് കഴിഞ്ഞ് ബ്രൈഡൽ ലെഹങ്ക അണിയും രചന. അവൾ ആ ബ്രൈഡൽ ലെഹങ്കയിൽ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരികളുടെ സ്നേഹം രചനയോട് എന്തോരമുണ്ടെന്ന് കണ്ട് മമതയുടെ കണ്ണും നിറഞ്ഞുപോയിരുന്നു. അവർക്ക് 2 പേർക്കും അവൾ ഒരുപാട് അനുഗ്രഹം കൊടുക്കും. നിന്റെ അച്ഛന് വളരെ വില കൂടിയ ലഹങ്കയൊന്നും വാങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടിയ ഈ ലഹങ്ക ഞാൻ നിനക്ക് തരാം. പക്ഷേ ഈ ലഹങ്ക വളരെ വലുതും വലിയ ഭാരമുള്ളതുമാണല്ലോ. അതെ മോളെ, ഇതെന്റെ അമ്മയ്ക്ക് അവരുടെ അമ്മായിയമ്മ നൽകിയതാണ്. ഒരു ആവശ്യമുണ്ടാകുമ്പോൾ ഇത് തീർച്ചയായും നമ്മെ സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം രാധിക എന്ന പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപയുടെ ലഹങ്ക സമ്മാനമായി വാങ്ങി നൽകി. അടുത്ത ദിവസം അവർ വിവാഹശേഷം അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലെത്തി. മമതയുടെ ലഹങ്ക കണ്ടപ്പോൾ തന്നെ രാധിക കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി. നീ മുത്തശ്ശിയുടെ ലഹങ്ക ധരിച്ചാണല്ലോ വന്നിരിക്കുന്നത്. എന്റെ ലഹങ്ക കണ്ടോ, 10 ലക്ഷത്തിന്റേതാണ്. വിജയ്, ഞാൻ നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ ദാരിദ്ര്യവാസിയെ കല്യാണം കഴിക്കണ്ട എന്ന്. അമ്മ പാവപ്പെട്ടവളായിരുന്നാലും മമത വളരെ നല്ല കുട്ടിയാണ്. മമതയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത ദിവസം ആഹാരം പാചകം ചെയ്യാനുള്ള സമയമായി. അപ്പോൾ, അമ്മായി, ഞാൻ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ആഭരണങ്ങളും ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ലഹങ്ക കണ്ടില്ലേ, അതിന് 10 ലക്ഷം രൂപയാണ് വില. ഞാൻ എങ്ങനെ ആഹാരം പാചകം ചെയ്യുന്നത്? ശരി തന്നെയാ പറയുന്നത്. മമത അടുക്കളയിലേക്ക് ചെല്ലൂ. എല്ലാവർക്കും വേഗം ആഹാരമുണ്ടാക്കൂ. പാവം മമത കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി. അമ്മ പറഞ്ഞത് ഈ ലഹങ്ക എന്നെ സഹായിക്കുമെന്നല്ലേ? പക്ഷേ ഈ ലഹങ്ക കാരണം ഞാൻ അപമാനിതയായിക്കൊണ്ടിരിക്കുകയല്ലേ? രാധിക ആ വീട്ടിലെ ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ചിരിക്കുകയായിരുന്നു. എല്ലാ ജോലികളും മമതയെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
അജയ്, നമുക്ക് കുറച്ച് സ്വർണം വിറ്റ് ഒരു അടിപൊളി കാറ് വാങ്ങാം. അടുത്ത വീട്ടുകാരൊക്കെ നമ്മളെ കണ്ട് അസൂയപ്പെടും. ഇവിടെ ഒരു റാണിയെ പോലെ എനിക്ക് കഴിയാം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അടുത്ത ദിവസം തന്നെ അജയും രാധികയും പുതിയ ഒരു കാർ വാങ്ങി. നന്നായിട്ടുണ്ടല്ലോ ചേട്ടാ, പുതിയ കാറൊക്കെ വാങ്ങിയല്ലോ. നമ്മുടെ കയ്യിൽ ഒരു കാർ വാങ്ങാനുള്ള വരുമാനമൊന്നുമില്ലല്ലോ. അത് ലോണിൽ വാങ്ങിയതായിരിക്കുമല്ലേ? എടാ, ഞാൻ നിന്നെ പോലെയല്ല. ഞാൻ രൊക്കം പണം കൊടുത്താ ഇത് വാങ്ങിയത്, ലോണൊന്നും എടുത്തിട്ടില്ല. അജയും രാധികയും ആ കാറിൽ അങ്ങനെ കറങ്ങി നടന്നു. അവർ ദൂർത്തടിച്ച് സുഖിച്ച് ജീവിച്ചു. അതേസമയം മമത വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നു. അജയും വിജയും ഒരു ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം വിജയുടെ ക്യാബിനിലേക്ക് പണം നിറച്ച ബാഗുമായി ഒരാൾ കയറി വന്നു. ഈ 5 ലക്ഷം രൂപ എടുത്തോളൂ, എന്നിട്ട് എന്റെ നിലത്തിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരൂ. എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുകയാണോ? കടന്നു പോവും ഇവിടുന്ന്. വന്നയാൾ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. അജയ് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. രഹസ്യമായി അയാളെ ക്യാബിനിലേക്ക് അവൻ വിളിച്ചു വരുത്തി. ഞാൻ നിങ്ങളുടെ കാര്യം ശരിയാക്കി തരാം, പക്ഷേ 5 ലക്ഷം കുറവല്ലേ? ഞാൻ 2 ലക്ഷം കൂടി തരാം സർ, കൂടുതൽ ചോദിക്കരുത്. ശരി, എന്തായാലും ഇതിവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ. നിങ്ങളുടെ കാര്യം ഞാൻ ശരിയാക്കിയേക്കാം. ഇത് വേറെ ആരും അറിയാൻ പാടില്ല. ഇതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരെ എന്റെ അടുത്ത് തന്നെ വന്നേക്കണം. പണം കൊടുത്ത ശേഷം ആ ആൾ പുറത്തേക്ക് പോയി. രാത്രിയിൽ നോട്ടുകൾ നിറച്ച ബാഗുമായി നേരെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇത് കൊള്ളാലോ, ഇത്രയും പണം എങ്ങനെ കിട്ടി? അതൊന്നും നീ അറിയേണ്ട രാധികെ. നീ എന്റെ ജീവിതത്തിൽ വന്ന അന്ന് തൊട്ട് പണത്തിന്റെ പെരുമഴയാ എനിക്ക്. അജയ് ഇതുപോലെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതേസമയം വിജയ് സത്യസന്ധമായി തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഓഫീസിലെ പിയൂണിനെ അജയ് തന്റെ ക്യാബിനിലേക്ക് വിളിച്ച് കുറച്ച് പണം നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു. നിനക്ക് എല്ലാ മാസവും ഞാൻ ഇതുപോലെ 50,000 രൂപ അധികം തരാം. നമ്മുടെ ഓഫീസിന് ചുറ്റും എൻക്വയറി നടത്തുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അങ്ങനെ പരിശോധിക്കാനായി ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഓഫീസിൽ വിജയ് എന്നു പേരുള്ള ആളാണ് കൈക്കൂലി വാങ്ങുന്നതെന്ന് അവരോട് നീ പറയണം. അതെങ്ങനെ ശരിയാവും സർ? കൈക്കൂലി നിങ്ങളല്ലേ വാങ്ങുന്നത്? അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ വിളിപ്പിച്ചത്, നീ എന്നെ ചതിക്കാതിരിക്കുന്നതിനായി. അടുത്ത ദിവസം തന്നെ ഓഫീസിൽ റെയ്ഡ് നടന്നു. അവരുടെ ഓഫീസറും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ അജയ്, നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നതായി സൂചന കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കൈക്കൂലി വാങ്ങാറില്ല. വിജയ് സാറാണ് കൈക്കൂലി വാങ്ങുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവരുടെ സംസാരം വിജയ് ദൂരെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. വിജയ് അവരുടെ അടുത്തേക്ക് ചെന്നു. അയാൾ പറയുന്നതിൽ കുറച്ച് ശരിയുണ്ട്. ഒരിക്കൽ ഒരാൾ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. വിജയ്, ഒരാൾ കൈക്കൂലി തരാമെന്ന് പറഞ്ഞിട്ടും നീ വാങ്ങിയില്ലെന്നോ? നീ തീർച്ചയായും അത് വാങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ ഓഫീസിനെ നീ അപമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങിപ്പൊയ്ക്കോളൂ. അങ്ങനെ വിജയുടെ ജോലി നഷ്ടപ്പെട്ടു. ഒരു ദിവസം വിജയ് ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ്. ഈ വീട്ടിന്റെ ചിലവ് മുഴുവൻ അയാളുടെ ചേട്ടനെ കൊണ്ട് എടുപ്പിക്കാൻ. ഞാൻ പറയുന്നത് നമുക്ക് ഈ സ്വത്ത് ഭാഗം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായി സമ്പാദിക്കുകയും സ്വന്തമായി ചെലവാക്കുകയും ചെയ്യാമല്ലോ. ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് പ്രത്യേകം തന്നെ താമസിക്കാം. അങ്ങനെ 2 സഹോദരന്മാരും പ്രത്യേകം താമസിക്കുവാൻ തുടങ്ങി. ഞാനൊരു സത്യസന്ധനും ആത്മാർത്ഥയുള്ളവനുമായിരുന്നു. എനിക്ക് അതിന്റെ ഫലവും കിട്ടി. വിഷമിക്കാതിരിക്കുക, ഭഗവാൻ ഒരു ദിവസം എല്ലാം ശരിയാക്കും. വിജയ് വേറെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൈക്കൂലി വാങ്ങിയതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് അവന് വേറെ ജോലിയൊന്നും ലഭിച്ചില്ല. പതുക്കെ അവർക്ക് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. നമ്മുടെ വീട്ടിൽ അരിയും തീർന്നിരിക്കുന്നു, ഒന്നും ബാക്കിയില്ല. നമുക്കാരും കടം തരാൻ പോലും തയ്യാറാകുന്നില്ല. നമ്മുടെ കയ്യിലെ പണവും തീർന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ഒരു ദിവസം അമ്മ അവിടേക്ക് വന്നു. അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ ഒരു വലിയ പാർട്ടിയുണ്ട്, നിങ്ങൾ 2 പേരും വരണം. ഇത്രയും പറഞ്ഞ് അയാളുടെ അമ്മ അവിടെ നിന്നും പോയി. രാധിക ഇതൊക്കെ അറിഞ്ഞു. അവൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ പാർട്ടിയിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, ഈ ദരിദ്രവാസികളെ വിളിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? എനിക്കും അവനെ വിളിക്കണമെന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവരെ വിളിക്കാതിരുന്നാൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? അർദ്ധരാത്രിയായപ്പോൾ രാധിക ശബ്ദമുണ്ടാക്കാതെ അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. നാളെ മമത അവളുടെ പുരാതനമായ ലഹങ്കയെ ഉടുത്തു വന്നാൽ എനിക്ക് വലിയ അപമാനമായിരിക്കും. രാധിക പതുക്കെ മമതയുടെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ ലഹങ്ക കത്രിക കൊണ്ട് മുറിച്ചു. നാളെ അവൾ ഫംഗ്ഷന് പങ്കെടുക്കില്ല. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ തന്നെ രാധികയുടെ വീട്ടിൽ പാർട്ടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. അപ്പോൾ പണം നിറച്ച ബാഗുമായി അജയ് അവളുടെ അടുത്തേക്ക് വന്നു. ഇന്ന് എന്റെ ഓഫീസറും ഈ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും പരിശോധന നടന്നാൽ ഞാൻ പിടിക്കപ്പെടും. ഈ പണം എടുത്ത് നീ നിന്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്ക. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? എന്തായാലും ഞാൻ അവിടെ കൊണ്ട് വച്ചിട്ട് വരാം. രാധിക പണവും എടുത്തുകൊണ്ട് പുറകിലത്തെ വഴിയിൽ കൂടി നടന്നു തുടങ്ങി. പെട്ടെന്ന് വഴിയിലെ വെളിച്ചമെല്ലാം പോയി. അവിടെ മുഴുവൻ ഇരുട്ടായി. അപ്പോൾ മറ്റൊരു മുറിയിൽ മമത ചിമ്മിനിയുടെ വെളിച്ചത്തിൽ കീറിപ്പോയ ലഹങ്കയെ നോക്കി ഇരിക്കുകയായിരുന്നു. വിജയ്, ഈ ലഹങ്ക നോക്കൂ, മുഴുവൻ കീറിയിരിക്കുന്നു. സാരമില്ല മമത, എനിക്ക് പാർട്ടിയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. അമ്മ വന്ന് വിളിച്ചിട്ട് പോകാതിരിക്കുന്നത് മോശമല്ലേ? ഞാനിത് തുന്നി ശരിയാക്കാം. മമത ലഹങ്ക തയ്ക്കാൻ തുടങ്ങിയപ്പോൾ കീറിയിരുന്ന ഭാഗത്തുകൂടി എന്തോ തിളങ്ങുന്നത് പോലെ കണ്ടു. അവൾ ആ കീറിലൂടെ കൈ അകത്തിട്ട് നോക്കിയപ്പോൾ 2 ലെയറിന്റെയും ഇടയിൽ സ്വർണത്തിന്റെ ഒരു ലെയർ ഉള്ളതായി കണ്ടു. അവൾ ലഹങ്ക കീറി നോക്കിയപ്പോൾ കണ്ടത് അതിന്റെ അകത്ത് സ്വർണത്തിന്റെ ഒരു വലിയ ഷീറ്റാണ്. ഇത് കണ്ട് മമതയും വിജയും അത്ഭുതപ്പെട്ടുപോയി. ഇത് മുഴുവനും സ്വർണത്തിന്റെ പാളിയല്ലേ? അതെ വിജയ്, അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് നമ്മെ സഹായിക്കുമെന്ന്.
ഇപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും. അതിനിടയ്ക്ക് രാധികയുടെ വില കൂടിയ ലഹങ്ക കാറ്റിൽപ്പെട്ട് ഏതോ ചെടിയിൽ കുടുങ്ങി. വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറ്റിൽപ്പെട്ട് മുഴുവൻ പണവും പറന്നുപോയി. അതുവഴി അജയുടെ ഓഫീസർ കാറിൽ വരികയായിരുന്നു. അവിടെ മുഴുവൻ പറന്നു നടക്കുന്ന നോട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം രാധികയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. മിസ്റ്റർ അജയ്, ആ പിയൂൺ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു. അതുപോലെ നോട്ടുകൾ കൊണ്ടു നിറഞ്ഞ ബാഗ് ഞാൻ കണ്ടുപിടിച്ചു. നീ നിന്റെ അനിയനെ തന്നെ ചതിച്ചു അല്ലേ? നിന്നെ ഞാൻ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. വിജയെപ്പോലുള്ള സത്യസന്ധമായ ആളെ ഞാൻ ജോലിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം എന്റെ ലഹങ്കയാണ്. ആ മുള്ളിൽ ഇത് കുടുങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ അവിടെ വന്ന മുഴുവൻ ആൾക്കാരുടെയും മുന്നിൽ വെച്ച് അജയ് അപമാനിതനായി. വിജയ്ക്ക് തന്റെ ജോലി തിരികെ ലഭിച്ചു. പുരാതനമായ ലഹങ്കയിൽ നിന്നും ലഭിച്ച സ്വർണത്തിൽ നിന്നും കുറച്ചെടുത്ത് വിറ്റ് അവർ സ്വന്തമായി നല്ലൊരു വീടും പണിതു. Thanks for watching.